ഹലോ, ഇന്ന് എൻ്റെ ബയ്യൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങും പുറത്തോട്ടൊന്നും പോകുന്നില്ല. കാരണം നല്ല തണുപ്പാണ്, നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പം എൻ്റെ ആങ്ങള രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോഴത്തേക്ക് അവൻ എന്നോട് പറഞ്ഞ് ഇതൊക്കെ കഴിക്കണം, അതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ കട്ടിലേ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അവൻ്റെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും സിനിമയൊക്കെ കാണാം. പുതിയ സിനിമയൊക്കെ ഓക്കോ മൂവീസിൽ വന്നിട്ട് അതൊക്കെ കാണാം അന്ന പ്ലാനിലിരിക്കുക. കുറേ നേരം കണ്ടു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി, പെട്ടെന്ന് സമയം പോയി. അപ്പോൾ എൻ്റെ ആങ്ങളെ വരാൻ ടൈമായി. അപ്പോൾ അവൻ ക്ഷീണിച്ച് വരുന്നതല്ലേ, അപ്പോൾ അവന് ബൂസ്റ്റ് അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അടുക്കളയോട് ചെന്നു. ബൂസ്റ്റ് ഉണ്ടാക്കി ഓവനിൽ മൂടി വെച്ചു. അതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്. ബട്ടർ ചിക്കൻ, പിന്നെ മോര് കാച്ചിയതും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തോരനും കൂടെ വെക്കണമല്ലോ. അപ്പം മുട്ട ഞാൻ തോരൻ വെച്ചു. ഞാൻ മുട്ടയ്ക്ക് വേണ്ടി സവാളയും, പിന്നെ ഇവിടെ ഒരു തുർക്കിഷ് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പച്ചമുളകുണ്ട്. ഒട്ടും എരിവില്ല. അപ്പോൾ അതൊരുപാട് വാരിയിട്ടിട്ടുണ്ട്. ഒട്ടും എരിവില്ലാത്തതിന് എത്ര വേണമെങ്കിലും ഇടാമല്ലോ. പിന്നെ ഇവിടെ റാസ്പ് സീഡ് എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ആ ഓയിലാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ ഒക്കെ പോലെ, അതുപോലെ ആ ചെടിയുടെ കളർ അതാണ്. അതുപോലെ സീഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലാണ്. അത് വെച്ചിട്ടാണ് ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സമയം പോയി. 10 മണിയായപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ വന്നു. Gusto mo rin? Ja, ich bin müde. Okay. Aber sein ist gut. Okay. Ich möchtest du ein Tee trinken oder Boost Milch trinken? Einen Tee bitte. Okay. അവൻ വന്നപാടെ ബാഗ് വെച്ചിട്ട് നേരെ ബാത്റൂമിലോട്ട് കയറി പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഓംലെറ്റ് ഉണ്ടാക്കി. ഓംലെറ്റ് അല്ല കേട്ടോ, ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ അത് പൊടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അത് തോരനാക്കി. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചോറ്, മോരുകറി, ബട്ടർ ചിക്കൻ എല്ലാം കൂടെ ഓവനിൽ വെച്ച് ചൂടാക്കി. എൻ്റെതും ചൂടാക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഓരോ കഥയൊക്കെ പറഞ്ഞ്, നാട്ടിലെ കഥയും വീട്ടിലെ കഥയും പപ്പ വിളിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലെ ഓരോ കുരുത്തക്കേടുകളും, പിന്നെ അങ്ങനെ ഓരോ സ്കൂളിലെ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും, നാട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഞങ്ങളെപ്പോൾ കൂടിയാലും ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.